മിഥുനം കന്നി രാശികളാണ്. അപ്പം മിഥുനൻ രാശിയാധിപതിയായിരിക്കണ ബുധൻ, കന്നി രാശിയാധിപതിയായിരിക്കണ ബുധൻ ഇപ്പോൾ ചൊവ്വയുടെ രാശിയായ വൃശ്ചികത്തിൽ സ്ഥിതിയാണ് നമുക്കറിയാം. ഈ മിഥുനൻ രാശിയിൽ നിന്ന് 12-ൽ വ്യാഴവും 2-ൽ ചൊവ്വ നീചം വഹിച്ച് നിൽക്കണു, 10-ൽ രാഹു, 4-ൽ കേതു. ഇതാണ് അവരുടെ ഒരു ഗ്രഹസ്ഥിതി. ഇപ്പോൾ നോക്കിയാൽ അവർക്ക് 9-ൽ ശനിയുമാണ്. ഭാഗ്യസ്ഥാനത്താണ് ശനി. സ്വക്ഷേത്ര ബലവാനാണെന്നൊക്കെ നമുക്ക് പറയാം. എങ്കിലും ശനിയുടെ 9-ലെ സ്ഥിതി അതൊത്തിരി ഈ ഭാഗ്യവികലതകളൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. 10-ൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവും കർമ്മസംബന്ധമായി ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ, ചില ഉയർച്ചകൾ അല്ലെങ്കിൽ ചില പ്രമോഷനുകളൊക്കെ കിട്ടാൻ മിഥുനൻ രാശിക്ക് കുറച്ച് താമസം ഉണ്ടാക്കുന്നുണ്ട്. ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ, അതുപോലെ ഈ അവർക്കും ഈ ബന്ധുജനങ്ങളിൽ നിന്ന് വൈരി ഉണ്ടാവാം. പ്രണയബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക, ചില ആവശ്യമില്ലാത്ത പേരുകളൊക്കെ കേൾക്കാൻ ഇവർക്ക് കാലമാണിത്. അതുകൊണ്ട് അവർ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ്. പൊതുവെ ചൊവ്വ 2-ൽ നിൽക്കുകയും വ്യാഴം 7-ാം ഭാവാധിപതി 12 നിൽക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഈ അവരെ സംബന്ധിച്ച് ഈ വ്യാഴം ആശ്രയിച്ച രാശിയാധിപതിയായ ശുക്രൻ അവരുടെ 5-ാം ഭാവാധിപതി കൂടിയാണ്. ആ ശുക്രൻ പൊതുവെ ശനിക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന കാലം ഇവർ കുറച്ച് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പേരുദോഷം കേൾക്കാൻ സാധ്യതയുണ്ട്. ശുക്രൻ ശനി ദൃഷ്ടിയിലൊക്കെയാണ്, ചൊവ്വാ ദൃഷ്ടിയിലാണ്, ശനി യോഗത്തിൽ ചൊവ്വാ ദൃഷ്ടിയിലൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കന്നി രാശിക്കാർക്ക് ജന്മത്തിൽ കേതുവും 7-ൽ രാഹുവും അതുപോലെ 11-ൽ ചൊവ്വയും ഒക്കെയാണ്, 6-ൽ ശനിയും ഒക്കെയാണ്. കന്നി രാശിക്കാർക്ക് ലഗ്നത്തിലെ കേതു ഈ ബന്ധുക്കൾ നിമിത്തമോ അല്ലെങ്കിൽ സ്നേഹിതന്മാരോ സ്നേഹിതകളോ നിമിത്തമോ ഒക്കെ ദുഃഖം ഉണ്ടാവാം. ദുഷ്ടജനങ്ങളിൽ നിന്ന് ഭയമുണ്ടാകാം, ഭാര്യാപുത്രന്മാരിൽ നിന്ന് ദുഃഖം ഉണ്ടാകാം. ഇതൊക്കെയാണ് ഈ ലഗ്നത്തിൽ നിൽക്കുന്നതായ കേതു, അല്ലെങ്കിൽ ചന്ദ്രരാശിയായിട്ട് കേതു അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫലങ്ങൾ. അതുപോലെ ഈ വാദസംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും പൊതുവേ അവർക്ക് രോഗമാണ് ഇപ്പോൾ പറയേണ്ട കാലം. ഒരു പരിഭ്രമം, എന്തിലൊക്കെയോ കുറേ പരിഭ്രമമൊക്കെ ഇവർക്ക് ഉണ്ടാവാം. അതാണ് ഇവരുടെ ഒരു കാലം. അപ്പോൾ ഈ മിഥുനം കന്നി രാശികളിൽ അപേക്ഷിച്ച് കന്നി രാശിക്കും മിഥുനൻ രാശിക്കും ഏകദേശം തുല്യമായ വ്യഥ അഥവാ ദുഃഖം, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ മിഥുനൻ രാശിയിൽ ഉൾക്കൊള്ളുന്നതായ മകയിരത്തിൻ്റെ അവസാനത്തെ പാതിയും തിരുവാതിരയും